ഇത് ഇൻടാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന ഹെർബിവോർ വേഫേഴ്സാണ്. അതായത് ഈ പ്ലക്കോ മത്സ്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന, അതായത് ഈ ബോട്ടം ഫീഡേഴ്സ് ആയിട്ടുള്ള മീനുകൾക്കൊക്കെ ഈ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന സിങ്കിങ് പെല്ലറ്റ്സ് അല്ലെങ്കിൽ വേഫേഴ്സ് ആണ് നല്ലത്, അല്ലെങ്കിൽ ടാബ്ലറ്റ്സ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദർ കുറച്ച് മീനുകളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് ആൾ സക്കർ കാറ്റ് ഫിഷുകളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മീനുകളെ വളർത്തുന്നത് ഒരു ക്രേറ്റിലാണ്. അപ്പോൾ ക്രേറ്റിലാവുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സക്കർ കാറ്റ് ഫിഷുകൾക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മൾ മറ്റ് മീനുകൾക്കൊക്കെ ഗപ്പി, പ്ലാറ്റി, മോളികൾക്കൊക്കെ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന ഈ പെല്ലറ്റ് ഫുഡുകളായിരിക്കും കൂടുതലും ഫീഡ് ചെയ്യുന്നത്. ആളും അങ്ങനെ തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സക്കർ കാറ്റ് ഫിഷുകൾക്ക് അധികം ഫുഡൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അത്തരം മീനുകൾക്കായിട്ട് ഇത്തരത്തിലുള്ള സിങ്കിങ് പെല്ലറ്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വേഫേഴ്സ് വരുന്നുണ്ട്. ഈ വേഫേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്പിരുലിന എന്ന് പറയുന്ന ഒരു ആൽഗി നല്ല രീതിയിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സക്കർ കാറ്റ് ഫിഷുകൾ അല്ലെങ്കിൽ മറ്റ് ബോട്ടം ഫീഡേഴ്സ് ആയിട്ടുള്ള മീനുകൾ കഴിക്കുന്ന ഈ വെജിറ്റബിൾസ് ഒക്കെ അവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളർ കൂടാൻ വേണ്ടിയിട്ട് ആസ്റ്റക്സാന്തിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓസ്കാർ ഫിഷുകൾക്കൊക്കെ നമ്മൾ ചെമ്മീൻ ഫീഡ് ചെയ്യാറുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസ്റ്റക്സാന്തി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കണ്ടൻറ്റ് ചെമ്മീനിൽ നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് ഓസ്കാറുകൾക്ക് നല്ല കളർ കിട്ടുമെന്ന് പറയുന്നത്. ഈ സെയിം ആസ്റ്റക്സാന്തി എന്ന് പറയുന്ന സംഭവം ഈ പെല്ലറ്റുകളിൽ മിക്സ് ചെയ്ത് വരുന്നുണ്ട് മീനുകളുടെ കളർ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ 70 ഗ്രാമിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ വേഫറിൻ്റെ സൈസ് 3 mm ആണ്. അതുപോലെ തന്നെ ഈ വേഫർ സൈസ് 1 mm വരുന്നത് സ്മോളാണ്. ഇത് ബിഗ് ആണ്, 3 mm ആണ്. അപ്പോൾ ബോട്ടം ഫീഡേഴ്സ് ആയിട്ടുള്ള മീനുകൾക്ക് പ്രോപ്പറായിട്ടുള്ള ഫീഡ് കൊടുക്കാനും അവർക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫീഡുകൾ കൊടുക്കാവുന്നതാണ്. എൻ്റെ ബ്രദർ ഇത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. പ്രൈസ് വന്നത് 227 രൂപയാണ്. എൻ്റെ അറിവിൽ ഈ ഒരു പ്രൊഡക്റ്റ് അക്വേറിയം ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാവുന്നതാണ്. ആമസോൺ ലിങ്ക് വേണ്ടവർ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും നമ്മൾ ആമസോൺ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ട്രൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് ഗ്രോവൽ ഫീഡ്സിന് കീഴിൽ വരുന്നതാണ്. അവരുടെയാണ് ഈ ഒരു ഇൻടാൻ എന്ന് പറയുന്ന ബ്രാൻഡ്. പിന്നെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.